തക്രൂശി ഫൗണ്ടേഷൻ്റെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 1995 നവംബർ 25 പഴയ ടാഗോർ തിയേറ്ററിൽ ലോക സിനിമയുടെ 100ാം വാർഷിക ആഘോഷ വേളയിൽ വെച്ചാണ് തക്രൂശി ഫൗണ്ടേഷൻ വിളംബരം ചെയ്യുന്നത്. അന്ന് ഷവലിയർ നടികർ തിലകം ശിവാജി ഗണേശനാണ് ഫൗണ്ടേഷൻ വിളംബരം ചെയ്യുന്നത്. തക്രൂശി സുകുമാരനയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ചടങ്ങിൽ വെച്ച് അന്ന് ലോക സിനിമയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ വന്ന ശിവാജി ഗണേശൻ അത് വിളംബരം ചെയ്യുന്നത്. ഭരത് മോഹൻലാൽ, ടി പി മാധവൻ, വേണു നാഗവള്ളി RS കുറുപ്പ്, ലെനിൻ രാജേന്ദ്രൻ, KG ജോർജ്, P ഭാസ്കരൻ മാഷ് തുടങ്ങിയ ഒരു ബഹുമുഖ പ്രതിഭാ സംഗമം തന്നെ ആ വേദിയിലുണ്ടായിരുന്നു. അന്നാണ് അത് വിളംബരം ചെയ്യപ്പെടുന്നത്. അതിനുശേഷം കഴിഞ്ഞ 25 വർഷമായി തിരുവനന്തപുരത്ത് പല ചലച്ചിത്ര സാംസ്കാരിക പ്രവൃത്തി നടത്തിവരുന്നു. നാടക ശില്പശാലകൾ, സാഹിത്യ ശില്പശാലകൾ, പുസ്തക പ്രസാധനം. എല്ലാ വർഷവും തക്രൂശിയുടെ മീഡിയ അവാർഡ് നൽകി വരുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ മീഡിയ അവാർഡ് ഒക്ടോബർ 16 റെയിൽവേ ഹാളിൽ വെച്ച്, തിരുവനന്തപുരം റെയിൽവേ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തവണ നേരത്തെ മാർച്ച് 11 സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ നടന്നില്ല. അതുകൊണ്ട് ഒക്ടോബർ 16 സാഹിത്യ അവാർഡും മീഡിയ അവാർഡും കൂടെ ഒന്നിച്ച് നൽകാനാണ് തീരുമാനിക്കുന്നത്. തക്രൂശി ഫൗണ്ടേഷൻ്റെ 2024 ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. തക്രൂശി ഫൗണ്ടേഷൻ ചലച്ചിത്ര രത്ന പുരസ്കാരം നടൻ ശ്രീനിവാസനാണ്. നടി മല്ലിക സുകുമാരൻ. മറ്റ് അവാർഡുകൾ: മികച്ച ചിത്രം ആടുജീവിതം, മികച്ച നടൻ പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന്, മികച്ച നടി പാർവതി തിരോത്ത് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന്, മികച്ച സംവിധായകൻ ബ്ലെസ്സി ആടുജീവിതം എന്ന സിനിമയ്ക്ക്, മികച്ച സ്വഭാവ നടൻ സിദ്ധാർത്ഥ് ഭരതൻ ബ്രഹ്മയുഗം എന്ന സിനിമയിലെ അഭിനയത്തിന്, മികച്ച സ്വഭാവ നടി സുരഭി ലക്ഷ്മി അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമയിലെ അഭിനയത്തിന്, മികച്ച സഹനടൻ അർജുൻ അശോകൻ ബ്രഹ്മയുഗം, മികച്ച സഹനടി സന്ധ്യ മനോജ് ടർബോ, മികച്ച സംഗീത സംവിധായകൻ AR റഹ്മാൻ വീണ്ടും ആടുജീവിതം എന്ന സിനിമയിലെ സംഗീതത്തിന്, സ്റ്റാർ ഓഫ് ദ ഇയർ ബേസിൽ ജോസഫ് പൊന്മാൻ, സൂക്ഷ്മദർശിനി തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയം പരിഗണിച്ചുകൊണ്ട്, മികച്ച പെർഫോമൻസ് ആസിഫ് അലി കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയിലെ അഭിനയത്തെ പരിഗണിച്ചുകൊണ്ട്, ജനപ്രിയ സിനിമ അജയൻ്റെ 2ാം മോഷണം ലിസ്റ്റിൻ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പടം, ജനപ്രിയ സംവിധായകൻ ജോജു ജോർജ് പണി എന്ന സിനിമ, ജനപ്രിയ നടൻ ടൊവിനോ തോമസ് ARM എന്ന സിനിമയിലെ അഭിനയത്തെ മാനിച്ചുകൊണ്ട്, ജനപ്രിയ നടി അനശ്വര രാജൻ അബ്രാഹം ഓസ്ലർ ഗുരുവായൂർ നടയിൽ തുടങ്ങിയ സിനിമയിലെ അഭിനയം പരിഗണിച്ച്, മികച്ച പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ ബ്രഹ്മയുഗം സിനിമ, മികച്ച പിന്നണി ഗായകൻ ഹരിശങ്കർ കിളിയെ എന്ന് തുടങ്ങുന്ന ARM സിനിമയിലെ പാട്ടിന്, മികച്ച പിന്നണി ഗായിക ചിന്മയി ഓമനെ എന്ന് തുടങ്ങുന്ന ആടുജീവിതം എന്ന സിനിമയിലെ പാട്ട് പരിഗണിച്ച്, മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പെരിയോനെ, ഓമനെ, ഇരുളും മാഞ്ഞു പോവും തുടങ്ങിയ പാട്ടുകൾ പരിഗണിച്ച് ആടുജീവിതം എന്ന സിനിമയിലെ പാട്ടുകളെ പരിഗണിച്ച്, മികച്ച തിരക്കഥ ബാഹുൽ രമേശ് കിഷ്കിന്ദകാന്ഡം, മികച്ച പരീക്ഷണാത്മക സിനിമ ബ്രഹ്മയുഗം, മികച്ച ഛായാഗ്രഹണം സുനിൽ KS ആടുജീവിതം സിനിമ, മികച്ച ഹാസ്യ നടൻ സജിൻ ഗോപു ആവേശം എന്ന സിനിമയിലെ അഭിനയത്തിന്, മികച്ച എഡിറ്റർ ഷമീർ മുഹമ്മദ് ടർബോ എന്ന സിനിമയിലെ എഡിറ്റിംഗ്, മികച്ച നവാഗത സംവിധായകൻ ക്രിസ്റ്റോ ടോമി ഉള്ളൊഴുക്ക് എന്ന സിനിമ, ബെസ്റ്റ് പ്രോമിസിംഗ് ഡയറക്ടർ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗം, മികച്ച നവാഗത ഗായകൻ S. ശ്രീജിത്ത് IPS ദി സ്പോയിൽസ് എന്ന
പാട്ട്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ, ARM സിനിമ. മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, മഞ്ഞുമൽ ബോയ്സ്. ജനപ്രിയ പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്, മകനെ വാഴ എന്ന സിനിമയിലെ മകനെ എന്ന് തുടങ്ങുന്ന പാട്ട്. ജനപ്രിയ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, അങ്ങ് വാനകോണിലെ എന്ന തുടങ്ങുന്ന പാട്ട് ARM എന്ന സിനിമയിലെ. ജനപ്രിയ സംഗീത സംവിധായകൻ ദീവു നൈനാൻ തോമസ്, ARM എന്ന സിനിമ. മികച്ച കോസ്റ്റിംഗ് ഡിസൈനർ പ്രവീൺ വർമ്മ, ARM എന്ന സിനിമ. മികച്ച PRO മഞ്ജു ഗോപിനാഥ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമ ദി സ്പോയിൽസ്, A.A. റഹ്മാൻ. പ്രത്യേക ജൂറി പുരസ്കാരം അഞ്ജന ജയപ്രകാശ്, ടർബോ എന്ന സിനിമ. ഇത്രയും അവാർഡുകളാണ് തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ 2024 ഫിലിം അവാർഡുകളായി പരിഗണിച്ചിട്ടുള്ളതും ജൂറി തിരഞ്ഞെടുത്തിട്ടുള്ളതും. താങ്ക് യു വെരി മച്ച്.